നമസ്കാരം. 2025 ജനുവരി 2 മുതൽ 11 തീയതി വരെ കാവുളശ്ശേരി മഹാശിവക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കുന്ന ചതുർവേദ മഹാജ്ഞാന യജ്ഞത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ചതുർവേദ ജ്ഞാന മഹായജ്ഞം എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ട് വേദ ജ്ഞാനയജ്ഞം നടത്തുന്നു? നമുക്കറിയാം, ഹിന്ദുവിൻ്റെ ആധാരശില അടിസ്ഥാന ഗ്രന്ഥം എന്നാണ് ചോദിച്ചാൽ ഇന്നും പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. പക്ഷെ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടുള്ള അറിവുണ്ട്, അഭിപ്രായമുണ്ട്. നമുക്കറിയാം, ഹിന്ദുവിൻ്റെ അടിസ്ഥാനം വേദമാണ്. ആ വേദത്തെ ഹിന്ദുവിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഏതൊരു സനാതന ധർമ്മിയെയും അറിയിക്കുക, അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കേൾക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാക്കുക, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമുക്കറിയില്ല, നൂലിട്ടളക്കാൻ കഴിയാത്ത അറിവിൻ്റെ ആഴക്കടലെന്ന് പറയുന്ന വേദജ്ഞാനത്തെ, വേദത്തിൻ്റെ അറിവിനെ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാനോ ഘോഷിച്ചു തീർക്കാനോ അതിൻ്റെ അറിവുകളെ, സാരാംശങ്ങളെ പറയാനോ സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു ഉദ്യമം വേദത്തെ ഓരോ ഹൈന്ദവനും അറിയുക എന്നുള്ളതാണ്. കാലങ്ങളായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു കാലമുണ്ട്, വേദം സാധാരണക്കാർക്ക് ശുദ്ധന് പഠിക്കാൻ പാടില്ല, ഈയം ഒഴിക്കണം എന്നൊക്കെ തെറ്റായ കുപ്രചരണം നടത്തിയ സാഹചര്യം നമുക്കറിയാം. അങ്ങനെയുള്ള സമയത്ത് അതല്ല, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിൽ ഏതൊരു ഹൈന്ദവനും, നമ്പൂരി മുതൽ നായാടി വരെയുള്ള ഏതൊരു ഹൈന്ദവനും വേദം കേൾക്കാനും പഠിക്കാനും അവകാശമുണ്ട് എന്ന് ഉദ്ഘോഷിക്കാൻ ആചാര്യ പരമ്പരകൾ നമ്മുടെ മുമ്പുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാം സത്യം പറയുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ അല്ല, മനുഷ്യകുലത്തിന് വേണ്ടി തന്നെ, സർവ്വചരാചരങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് വേദങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ദൗത്യം, ആ ദൗത്യം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. തുടർന്ന് അങ്ങോട്ട് ഈ ഒരു ജൈത്രയാത്ര ജനങ്ങൾ ലോകം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മുമ്പിലോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കാം. ഇന്നിവിടെ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് വിശ്വജ്ഞാന സംഘം ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ജയചന്ദ്രൻ ഓക്കെ അവർകളാണ്. അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പൂർണ്ണതയിലെ എന്ന ഈ തലത്തിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ സഭയിലേക്ക്, യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ നമുക്ക് ഉദ്ഘാടനത്തിൽ എത്തിയിരിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമുള്ള ഡോക്ടർ ടി പി സെൻകുമാർ IPS. അദ്ദേഹം ഫോർമർ DGP ആണ്. സെൻകുമാറിൻ്റെ ആരാധകർ ഏറെയുള്ളൊരു നാടാണ് കാസർഗോഡ്. സെൻകുമാർ സാറിനെയും ഞാൻ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സഭ, ഇന്നത്തെ ഈ ആഘോഷ സമിതി രൂപീകരണ യോഗം ഭദ്രദീപംകുളത്തിൽ ഉദ്ഘാടനം ചെയ്തത് പൂജനീയ ശ്രീ സച്ചിദാനന്ദ ഭാരതി എടതീർ മഠാധിപതിയാണ്. എടതീർ മഠത്തിൻ്റെ മഠാധിപതിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതും, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നമ്മുടെ അനുഗ്രഹം വജസ്സുകൾ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇത് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ സ്വാമിജിയെ കണ്ടിട്ടുണ്ട്. സ്വാമിജിയുടെ എല്ലാ അനുഗ്രഹങ്ങളും, മുമ്പോട്ടുള്ള പ്രവർത്തനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സ്വാമിജിയുടെ ഭാഗത്തുണ്ടാകും. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എന്നും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൂജനീയ ശ്രീ വിവേകാനന്ദ സരസ്വതി ചിന്മയ മിഷൻ കേരള ഹെഡ് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ബഹുമാന്യനും ആരാധനുമായ ശ്രീ മാനവർമ്മ രാജ നീലേശ്വരൻ കോവിലകം അദ്ദേഹം നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു മീറ്റിംഗ് നടത്തിയ സമയത്തും അദ്ദേഹം കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി വളരെ ആദരപൂർവ്വം ഈ യോഗത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാനനീയ ശ്രീ കഞ്ഞപ്പാടി സുബ്രഹ്മണ്യ ഭട്ട്
രാഷ്ട്രീയ സ്വയം സേവകത്തിൻ്റെ ദേശീയ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു. സുബ്രഹ്മണ്യ അവർകളും ഇവിടെ എത്തിച്ചേർന്നിട്ട് അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദുവിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പോരടിക്കുന്ന ആണത്തത്തിൻ്റെ ആൾരൂപം എന്ന് പറയുന്ന ശ്രീ KP ഹരിദാസ് അവർ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശവും നമ്മുടെ സംസ്ഥാന നാഷണൽ തലത്തിലുള്ള പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും ഇടുക്കി ജില്ലാ കലക്ടറുമായ ശ്രീ ശശിധർ IAS അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെ നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശവും നൽകുന്ന IAS സാറിന് ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ വിജയൻ രാമൻ ഈ പ്രവർത്തനത്തിൽ എല്ലാ ഊർജവും ശക്തിയും ധൈര്യവും നമ്മൾക്ക് തന്ന മുമ്പോട്ടുള്ള പ്രവർത്തനത്തിൽ എന്തും ചേരിടാൻ ഏതൊരുത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദുബൈയിൽ നിന്ന് 2-3 തവണ ഇവിടെ വന്ന് നമ്മോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോടൊപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ വിജയൻ രാമൻ അവർ അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ രഘുനാഥ് ചൈതന്യ അവർ അദ്ദേഹം ഇന്നലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന ആളാണ്. സാറും ഒരു ഹൈന്ദവന് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗർജിക്കുന്ന സിംഹം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യജ്ഞം നടക്കുന്നത് ചൗക്കി ഏരിയാക്കോട്ട ആ ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഘടകത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആചാര്യൻ ശ്രീ ചന്ദ്രശേഖർ കാരണവർ ഏരിയാക്കോട്ട ഭഗവക്ഷേത്രത്തിൻ്റെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ എല്ലാ തന്ത്രിവര്യന്മാരും എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ സാമുദായിക ക്ഷേത്ര കരക തറവാട് ആചാര്യസ്ഥാനികരും ഗുരുക്കന്മാരും ഭാരവാഹികളും അവരോരോരുത്തരും ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെടുത്ത് നമുക്ക് ഞാനിപ്പോൾ വിളിക്കുന്നില്ല. അവരോരോരുത്തരുടെയും കാരണം നമുക്ക് വേണ്ട ഹിന്ദുവിൻ്റെ പ്രാണനും പ്രജ്ഞനുകളും പ്രജ്ഞ എന്ന് പറയപ്പെടുന്ന ഹിന്ദുവിൻ്റെ ശിലകളെന്ന് പറയപ്പെടുന്ന വിരാട ഹിന്ദുവിൻ്റെ സ്വരൂപങ്ങളിലേക്ക് വേണ്ട ശക്തി നൽകുന്ന ഈ ആചാര്യസ്ഥാനികളും സാമുദായിക ക്ഷേത്ര കഴക തറവാട് ഗുരുക്കന്മാരും ഭാരവാഹികളും ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ആധ്യാത്മികയിലെ പണ്ഡിതശ്രേഷ്ഠന്മാർ വേദപണ്ഡിതന്മാർ ഇവരോരോരുത്തരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പരിചയസമ്പന്നനായ IAS IPS മേഖലയിൽ പ്രവർത്തിച്ച പരിസമ്പന്നമായ വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. അവരോരോരുത്തരും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ഡോക്ടർമാരടക്കമുള്ള പരിചയസമ്പന്നരായ ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. അവരോരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോരോരുത്തരും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഇന്നലെ രാത്രി തന്നെ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന പല നമ്മുടെ സുമനസ്സുകളുണ്ട്. അവരോരോരുത്തരും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ ഇവിടുത്തെ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ ഇവരോരോരുത്തരും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വെബ്സൈറ്റ് IT മേഖലയിലെ IT മേഖലയിലെ പ്രൊഫഷണൽസ് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിവിടെ എത്തിച്ചേർന്ന അമ്മമാർ, കുട്ടികൾ, മറ്റുള്ള നാട്ടുകാർ, സുമനസ്സുകൾ, സനാതന ധർമ്മികൾ ഇവരോരോരുത്തരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് ഭാരവാഹികളും നമ്മളോടൊപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ ഒക്കെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരോരോരുത്തരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ BHPയുടെ ഹിന്ദു ഐക്യവേദിയുടെ സാരഥികൾ അവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആധ്യാത്മികതയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കാവുമഠം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അവരുടെ പ്രവർത്തകരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അതെവിടെ നടത്തണമെന്ന് ചിന്തിച്ച സമയത്ത് ഒരുപാട് സ്ഥലമാണ്. കാരണം നാല് യജ്ഞശാലകൾ വേണം, വർണ്ണശാലകൾ വേണം.
സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പല 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 കേന്ദ്രത്തിൽ നിന്നും പല തരത്തിൽ നിന്നുള്ള പല ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന തരത്തിൽ ആലോചിക്കുന്ന സമയത്ത് എത്തിപ്പെട്ടത് ഒരു കാവുമഠം പട്ടേരി അവരുടെ ശബ്ദത്തിലേക്കാണ്. ഇത് കാര്യങ്ങളെ പറയുന്ന സമയത്ത് വളരെ ഒരു രണ്ടാമത് ചിന്തിക്കാതെ ഓക്കെ ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണ്ട ചെറിയ സ്ഥലം നിങ്ങൾ എന്ത് വേണം ചെയ്തു, ഇവിടെ ഏത് തരത്തിലെ യജ്ഞം ഒന്നും ചെയ്തുകൊള്ളൂ എന്ന തരത്തിൽ നമ്മളോടൊപ്പം നിന്ന് നമുക്കൊരു ധൈര്യം നൽകിയ നമ്മുടെ ശ്രീ ലക്ഷ്മീനാരായണ പട്ടേരി കാവുമഠം അവരെയും ഞാൻ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സംസ്ഥാന സംഘത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന ഒരുപിടി ആൾക്കാർ അതിൻ്റെ കരുത്തറ്റ സാരഥികളുടെ നമ്മോടൊപ്പം ഉണ്ട്. ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് വിട്ടുപോയാൽ എന്തെങ്കിലും ക്ഷമിക്കുക എല്ലാവരെയും. കാരണം നമ്മൾ ഓരോരുത്തരും ചേർന്നുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ ഞാൻ നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ അവരാണ് നമ്മളിതിനെ, കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ജനങ്ങൾ ഒഴുകിയെത്തേണ്ട ഈ എന്താണ് വേദമെന്ന് വേദഘോഷത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തൊരു തലമുറയിലേക്ക്, അറിയാത്തൊരു സമൂഹത്തിലേക്ക് ഇതിനെ കൃത്യമായിട്ട് അവബോധം കൊടുക്കാൻ നമ്മളോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. അവരൊക്കെയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലപ്പോഴായിട്ട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവർ ഓരോരുത്തരെയും ഞാൻ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരെങ്കിലും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ ഭാഷണവും ആമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ജയചന്ദ്രനൊക്കെ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.